നമ്മൾ മണ്ടക്കാട് എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ എൻ്റെ അമ്മയുടെ പാരൻസിനാണ് കൊണ്ടുവന്നത് അല്ലേ? അതുകൊണ്ട് നമ്മൾ ഇന്ന് പൊങ്കാലയിടാം, രണ്ടാമത്തെ പൊങ്കാല. അപ്പം നമ്മൾ അവിടെ പൊങ്കാലയിടാൻ പോകണം. നമ്മൾ വെള്ളിയാഴ്ചയാണ് വന്നത്. ഒരു തിരക്ക് പോലില്ല. കാണിച്ചെടുത്ത് തിരക്കില്ല. മാത്രമല്ല ഇപ്പം ഇന്ന് ഉത്സവമൊക്കെ കഴിഞ്ഞ് നമ്മൾ ആദ്യം എന്തെങ്കിലും ഒരു പിടിയിട്ടപ്പോൾ അത് ഉത്സവത്തിന് മുമ്പിലായിരുന്നു, ഇത് തയ്യാറാക്കുന്ന സമയമായിരുന്നു. അപ്പം നമുക്ക് എൻ്റെ അകത്ത് നമ്മൾ പോകണം. അകത്ത് കയറി സാധനങ്ങളെടുക്കാൻ പോകണം. ചട്ടി അങ്ങനെ സാധനം അരിയൊന്നും കൊണ്ടുവന്നില്ലേ ഇവിടെ? അപ്പം നമ്മൾ വെള്ളം എടുക്കാൻ പോണുമാണ്. ബാസ്ക്കറ്റിൽ ഏതോ പൈസയുള്ള ഹോട്ടലിലെ പോലത്തെ വെള്ളം കുടിക്കണം. അമ്മമ്മ വീഡിയോ വിറവെടുക്കാൻ വീഡിയോ പിടിക്കണം. പൊങ്കാലായിട്ടൊന്നും എന്നെയും കൂടെ ഇല്ല. ഞാനിവിടെ സാധനം കൊടുത്തതല്ലേ. ഇലയൊക്കെ അതവിടെ വിറകോ മതിയാവും. ഇനിയില്ലെങ്കിൽ തരാം. ഒരു പൊങ്കാലല്ലേ കണ്ടപ്പറ്റിട്ടുണ്ടോ? മതി ചൂട്ടവിടെ അപ്പം നമ്മൾ പാത്രം എടുത്തിട്ടുണ്ട്, അതിനകത്ത് വെള്ളം. എടുക്കുകയാണ് ഇവിടുത്തെ എൻ്റെ അച്ചാച്ചൻ. ഇവിടെ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിനടുത്ത് കത്തിക്കാനാ തിരി. കർപ്പൂരമാണ്. പായസം മാത്രമേ ഉള്ളൂ, പുറ്റില്ല. സാഡ്നെസ്
അച്ഛൻ്റെ അമ്മ മാത്രമേ പുറ്റുണ്ടാക്കുള്ളൂ. അവർ വന്നാൽ മാത്രമേ നമുക്ക് പുറ്റുണ്ടാക്കാൻ പറ്റുള്ളൂ. സൂപ്പർ പായസം ഉണ്ടാക്കുവാണ് അച്ഛൻ്റെ അമ്മയുടെ അമ്മ. ഞാൻ പറഞ്ഞില്ലേ കൈ അടിയിക്കുന്നത്. വെള്ളം ഇച്ചിരി കൂടുതലാണ് അമ്മ, അത് കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ തിളക്കത്തില്ല. ഇത് ഇലികളാണെന്ന് പറയേ. ഇവിടെ ശിവൻ്റെ ഒരു ആയുധം എന്തേലും ഇട്ട് വെച്ചിരിക്കുകയാണ്. എനിക്കറിഞ്ഞൂടാ, ഇത് ഇല്ലീഗലാണെന്ന് പറയുക, കമൻറ്റിൽ പറയുക കേട്ടോ ഗൈസ്. Papa. Apa-apa. Halo Papa. Hai. Hai anak, halo. ഇപ്പോൾ ഒരു പടക്കം പൊട്ടി ഗൈസ്. അത് കേൾക്കണമായിരുന്നു. ഓക്കെ ഗൈസ്, തിളയ്ക്കുന്ന പോലത്തെ ഒരു പരുവമായിരിക്കുവാണ്. ഇതിലേക്ക് ആളിപ്പടരുന്നു എന്ന് തോന്നുന്നു. നേരമാകുമ്പോൾ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിക്കും. അറിഞ്ഞൂടാ, മാത്രമല്ല ഷർണ പോലെ കഴിക്കും. ഒരൊറ്റ തിളയിൽ ഇടില്ല. ഉണ്ട് വെള്ളം. ഗൈസ്, നിങ്ങളുടെ ഫോൺ ഇപ്പോൾ ഫുള്ള് കാണാൻ പറ്റും. പൊങ്ങിന് പോകും. അത് കണ്ണിനകത്തൊക്കെ പോകുക ഗൈസ്. അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്ര കഷ്ടപ്പെട്ടെന്ന് ഇപ്പോഴാണ് നമ്മൾ അറിയണം.
സൂപ്പറായിരുന്നു. നല്ല തിളച്ച് തെളിയിട്ടുണ്ട്. ഇവിടെ കൂടുതൽ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. എന്തായാലും ഇപ്പം തിളച്ചല്ലോ. ഈ ശർക്കരയും കൂടെ ഇട്ടാൽ ഇവിടെ ശർക്കര പായസം റെഡിയാണ് അല്ലേ അമ്മൂയി? വീഡിയോ കട്ട് ചെയ്തപ്പോഴേ ഒരു പടക്കം വന്നു. നമ്മൾ അന്നത്തെ വീഡിയോന് പടക്കം കിട്ടിയില്ല. കഴിക്കാൻ പോകില്ല, പക്ഷേ നമ്മൾ ചായ കുടിക്കാൻ പോകണം. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫുഡ് ഡ്രിങ്ക് ചായ, അല്ലെങ്കിൽ കപ്പച്ചീനോ ഒന്നുമല്ല. നമ്മൾ ഈ ഐസ്ക്രീം നന്നായിട്ടൊന്ന് കഴിക്കല്ലേ. ഇവിടുത്തെ ഐസ്ക്രീം ഭയങ്കര കെമിക്കലാണ്. അതുകൊണ്ട് നമ്മൾ പാക്കറ്റ് ഐസ്ക്രീം മാത്രമേ വാങ്ങിക്കുള്ളൂ. പക്ഷേ ഈ പാക്കറ്റ് ഐസ്ക്രീം ചിലപ്പോൾ ഫേക്കായിരിക്കും. അതുകൊണ്ട് മെർസിലീസ് വാങ്ങിക്കല്ലേ. മെർസിലീസ് ഇത് ബാഡ് ഐസ്ക്രീമാണ്. അതുകൊണ്ട് അത് മാത്രം വാങ്ങിക്കല്. വെറ്റ, സ്കീ അങ്ങനത്തെ അമുലി പോലത്തെ അത് വാങ്ങിക്കുക. അതാണ് ഞാൻ വീഡിയോന് പറയുന്നത്. ഈ മറ്റേ തമിഴ്നാട് കിട്ടുന്ന ഐസ്ക്രീം നമ്മൾ ഒരു പ്രാവശ്യം കുടിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ഏതോ ഒരു കരിക്കോലത്തെ സാധനം, പിന്നെ വെളിയിൽ തണ്ണിമത്തൻ, നമ്മൾ തണ്ണിമത്ത ഐസ്ക്രീം കഴിച്ചേ. അത് കഴിച്ചപ്പോൾ എൻ്റെ പൊന്നോ ഛർദ്ദിക്കാൻ വന്നു. ഇവരൊക്കെ എന്തിട്ടെന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഫോണിൽ തന്നുമായിരുന്നു. ഒരിക്കലും ഐസ്ക്രീം നമ്മളിപ്പോൾ ഹോട്ടൽ ശ്രീ ദേവി ഭഗവതി ക്ഷേത്രത്തിലാണ്. ചായക്ക് ഇത്തിരി തടുപ്പുണ്ടാകുന്നുണ്ട്. പഞ്ചസാര ഇടാൻ പോയി. നല്ല ഫീസ്റ്റായിരുന്നു, കൊള്ളായിരുന്നു. നമുക്ക് പൊങ്കാല സ്ഥലത്ത് പോകാം. റെഡി ആയിരുന്നു. കന്യാകുമാരിയിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് വലിയ ചെറിയ വീഡിയോ ഇരിക്കും തോന്നുന്നു, അറിഞ്ഞൂടാ. അതുകൊണ്ട് അടുത്ത് കാണാം. നമ്മൾ പായസത്തിൻ്റെ എടുക്കാൻ പോണ്. എനിക്ക് ബുപ്പടിക്കാൻ പറ്റിയില്ലായിരുന്നു. കാണുമ്പോൾ ടേസ്റ്റി അല്ലേ പഴം വെച്ച്. ഗൈസ് അച്ഛൻ പറയണ ശർക്കര ഇല്ലാന്നല്ലേ. അച്ഛന് പേടിയാണെങ്കിൽ അടുത്ത് വരാൻ. അപ്പോൾ ഗൈസ് ഒരു വലിയ ക്ലാപ്പ് കൊടുക്കുക. ഈ പായസം ഉണ്ടാക്കിയവർ ഫസ്റ്റ് അമ്മാമ്മ, സെക്കൻഡ് എൻ്റെ അമ്മ. എടുത്താ ഗൈസ് നമ്മളിപ്പോൾ കന്യാകുമാരിയിലെത്തി. തൊടുക നമ്മൾ കാണിച്ചില്ല. ഇപ്പം ഈ പുതിയൊരു ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കി അവർ. ഡ്രസ്സ് കടയിലാണ്. എൻ്റെ പാരൻസിന് സാരി വേണം. ഗ്ലാസ് ബ്രിഡ്ജ് വേണ്ട. എനിക്ക് ഈ വലിയ തൊഴിൽ കന്യാകുമാരി എത്തിയിട്ടുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജ് ഭയങ്കര രസം.
നിങ്ങൾ വേറെ ലോകത്ത് പോലെ പക്ഷേ ഭയങ്കര ചൂടാണ് ഈ സാധനം. കേൾക്കുന്നുണ്ടോ? ഭയങ്കര ചൂടാണ് ഈ സാധനം. ഭയങ്കര ചൂടാണ്. പക്ഷെ വെള്ളത്തിനകത്ത് ഇറങ്ങിയ ഇത് നല്ല സൂപ്പർ ഫീല്. ആ ഫീല് ഉപ്പിന്റെ ഫീലാണ്. ഞാൻ ആരെങ്കിലും ബീച്ചിനകത്ത് കയറുമ്പോൾ ഒരു ഉപ്പിന്റെ ഫീലില്ലേ കാലിനകത്ത്, അതുപോലെ ഉണ്ട്. എന്റെ മുണ്ട് നനഞ്ഞു, നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. ക്യാമറമാൻ പുറകെ നോക്കൂ. എന്റെ വായനത്തിൽ ഉപ്പുവെള്ളം നിറച്ചിരിക്കുകയാണ് ഗൈസ്. ഹായ്. അതെ, സുഖാണോ? ഹായ്. അയ്യോ, അങ്ങനെ കാറ്റെന്ന് വെച്ചാ പച്ച ഭയങ്കര കാറ്റെന്ന് വെച്ചാ ഇത് അതൊക്കെ ഉണ്ട് സ്റ്റോറേജ്. ഇന്നൊരു വലിയ രണ്ട് കിണ്ടല് കവർ വാങ്ങിയിട്ട് വരും. അച്ഛനമ്മ ഷർട്ട് വാങ്ങിക്കുവാണ്. എൻ്റെ ഷർട്ടാണെന്ന് എൻ്റെ ഷർട്ടാണ്. അത് മാത്രമല്ല കരിക്കുണ്ട് അവിടെ, സൂപ്പർ കരിക്ക്. നമ്മളെവിടെയാണ്? നല്ല തുണിയാ. നമ്മളെവിടെയാണ്? കന്യാകുമാരിയിൽ എവിടെ? ഇവിടെ ചെറിയ കുട്ടികൾക്കുള്ള ഡ്രസ്സ് എടുപ്പുണ്ട്. കൊറോണ നോക്കിയ ചെറിയ ഡ്രസ്സ് ട്രെയിൻ ക്യാമ്പ് ന്യൂയോർക്ക്. അവിടെ സേഫ് ടു പ്രൊട്ടക്റ്റ് ഉണ്ട്. ഈ ചേട്ടൻ്റെ കടയാണത്. അറിഞ്ഞൂടാ പേര്, പക്ഷെ ഇതിനകത്ത് ഈ മലയാളത്തിൻ്റെ പേപ്പർ അതെവിടുന്ന് തുടങ്ങുന്നു. മാമ, നമ്മളിപ്പോൾ കന്യാകുമാരിയിൽ ഏത് സൈഡാണ്? സ്റ്റോറല്ലേ? ബീച്ചിൻ്റെ അവിടെയാണ്. അപ്പാ, നമ്മളിപ്പോൾ കന്യാകുമാരിയിൽ എവിടെയാണ്? ബീച്ച് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏത് ബീച്ച്? ഇത് വിവേകാനന്ദൻ പാറ. വിവേകാനന്ദന്റെ കഥ ഒന്ന് പറഞ്ഞു ഏതെങ്കിലും. പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന നമുക്കുണ്ടല്ലോ. നല്ല കഥയാണ് വിവേകാനന്ദൻ. അപ്പം നമ്മൾ വിവേകാനന്ദന്റെ കഥ നമ്മൾ മറ്റേ പോസ്റ്റിനകത്ത് അയച്ചിരിക്കാം.
ഈ പാറയിൽ സുനാമി വന്നിട്ട് പോലും ആ പാറ പൊട്ടിയില്ല. അതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. അത് മാത്രമല്ല ദേവിയുടെ മൂക്കൂത്തി തിളങ്ങും അല്ലേ പാപ്പ? ആ മൂക്കൂത്തി എന്തേരി ആരാണ് അടിച്ചു മാറ്റിയത്? ഡച്ചുകാരാണ്. അങ്ങനെ അല്ല, ആ മൂക്കുത്തി എങ്ങനെയാണ് ഉണ്ടാക്കിയത്? രക്തങ്ങളും പിന്നെ വിലമതിക്കാനാവാത്ത ഒരു വസ്തുവാണ് ദേവിയുടെ മുക്കുത്തി. അതെ, വില മതിക്കാനൊക്കത്തില്ല. കോടി പറഞ്ഞാലും വില മതിക്കാനൊക്കാത്തൊരു അത്രയും എന്തേലും പവർഫുൾ ആയിരുന്നു അത്. ദേവി കന്യാകുമാരിയുടെ മുക്കുത്തി ലോകത്തിലെ വിവേകാനന്ദ എന്താണ് ഇഷ്ടം? കമന്റിനകത്ത് എഴുതി. അല്ലല്ലോ ഇത് ബീച്ച് ഇന്ത്യയില അല്ലല്ലോ. എനിക്കത് മനസ്സിലാവുന്നില്ലേ? ലക്ഷദ്വീപില്ലേ? നിക്കോബാർ. നമ്മളിപ്പോ ഈ വഴിയിൽ വന്നിരിക്കുകയാണ് ഗൈസ്. ഇവിടെ കളിപ്പാട്ടങ്ങളുണ്ട്, പക്ഷെ ഇവർക്കാവത്തില്ല. ഇന്ന് ഞാൻ ഷാർക്കയുടെ എന്തേരി ഇടിയിട്ടു. ഇത് ഷാർക്കയുടെ ടോയ്സ് 7 അയലത്ത് പോലും ഇല്ല. എന്ന് വെച്ചാൽ ശർക്കരയ്ക്കാണ് കുറവ്. ഇന്നത്തിനാ ഉറങ്ങും. ഇത് ഉറങ്ങണ്ടേ? കളിപ്പാട്ടം വാങ്ങിച്ചെങ്കിൽ കമൻറ്റ് ചെയ്യുക. നീ ചോദിച്ചിട്ടുണ്ട്, ഇത് വർക്കാവില്ല. പമ്പ ഒരൊറ്റ ഇതല്ല, ഇതൊക്കെ കള്ളം. ഗൈസ് ഇതിൻ്റെ പേരാണ് കട്ടർ. ഇത് ഊതില്. എല്ലാവരുടെ ലൈഫിൽ ഈ പെൻസിലും ഉണ്ട്. അല്ല, ഈ പെൻസിലും ഉണ്ടായിരിക്കാം. ഉറപ്പാണ്, ഞാൻ കള്ളമല്ല പറയണത്. ഇത് ശർക്കരയുണ്ട്, ബെസ്റ്റാണത്. അത് മറ്റേ കളിപ്പാടം. ഗൈസ്, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം വീഡിയോ അല്ല, പാർട്ട്. ഓക്കെ, വാങ്ങിച്ചു. വണ്ടി ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര ദൂരം വർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് എത്താത്ത അവസ്ഥയാണ്. അതുകൊണ്ട് നമുക്ക് അടുത്ത കാറിനകത്ത് കാണാം. അപ്പോൾ ഗായ്സ്, നമ്മൾ കാറിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ വീട്ടിൽ പോയി ധന്യ ഹോട്ടലിൽ വന്നു. അത് നല്ല ഹോട്ടലായിരുന്നു. കഴിച്ചു. ഇനി ഐസ്ക്രീം കഴിച്ച് നേരെ വീട്ടിലാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നോക്കാം. നമ്മൾ വീട്ടിലെത്തി. ഇപ്പം 5 മണി അറൗണ്ടായി, 11:30. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ബെല്ലടിക്കുക. ബൈ ബൈ. അപ്പോൾ ഗൈസ്, ഞാൻ ഒന്നുകൂടി പറയണം. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലടിക്കുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ആൾക്കാരോട് ഷെയർ ചെയ്യുക. ബൈ ബൈ.